ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ. ഈ മദ്രസകൾ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ കേരളീയ മുസ്ലിം സമൂഹം എക്കാലവും മുറുകെ പിടിച്ചു പോന്നിട്ടുള്ളതാണ്. ഒന്നാമത്തേത് മസ്ജിദ് സംസ്കാരവും രണ്ടാമത്തേത് മദ്രസ സംസ്കാരവുമാണ്. ലോകത്തെവിടെയെല്ലാം ദീനുൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ദീൻ പ്രചരിച്ചു എന്ന് കാണാം. പരിശുദ്ധമായ ഇസ്ലാം ദീനിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിന് ശേഷം അവിടെ ആദ്യമായി പള്ളി നിർമ്മിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാം വളർന്നു. കേരളത്തിൽ പള്ളിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് വളർന്നത്. 920-കൾക്ക് ശേഷം അത് മദ്രസകൾ കേന്ദ്രീകരിച്ചു കൂടി ആ വളർച്ചയുണ്ടായി. ഒരു 10-60 വയസ്സായ ഒരാളെ വിളിച്ചിട്ട് അയാളുടെ ദീനി വിദ്യാഭ്യാസത്തിൻ്റെ തോത് നമ്മൾ അളന്നാൽ അത്യാവശ്യമുള്ള വിവരങ്ങളൊക്കെ മദ്രസയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 50 വയസ്സായ ഒരാൾക്ക് 50 വയസ്സ് വരെ നന്നാവാൻ തോന്നിയില്ല. 50ാമത്തെ വയസ്സിൽ നന്നാവണം തോന്നിയാൽ നിസ്കരിക്കാൻ പഠിക്കൊന്നും ഇല്ല, പോയിട്ട് നിസ്കരിക്കാൻ മതിയാവും. അപ്പോൾ നിസ്കരിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്നതാണ് മദ്രസകൾ നടത്തിയിട്ടുള്ള വലിയൊരു വിപ്ലവം. ഇങ്ങനെ നമ്മൾ അറിയാതെ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നു. 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സാകുമ്പോഴേക്ക് കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. മദ്രസ പാഠപുസ്തകത്തെ രണ്ടായി തിരിച്ചാൽ ഒന്ന് ദീനിയാത്ത് എന്ന് പറയും, ഒന്ന് അമലിയാത്ത് എന്ന് പറയും. വിശ്വാസപരമായ കാര്യങ്ങൾക്കൊക്കെ ദീനിയാത്ത് എന്ന് പറയും, കർമ്മപരമായ കാര്യങ്ങൾക്കൊക്കെ അമലിയാത്ത് എന്ന് പറയും. ഇപ്പോൾ ഇസ്ലാം കാര്യം 5 എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ അത് അമലിയാത്തിലാണ് വരിക. ഈമാൻ കാര്യം 6 എന്നുള്ളത് ആലോചിച്ചാൽ ദീനിയാത്തിലാണ്. പക്ഷെ ഇസ്ലാം കാര്യം 5, അവകൾ അറിയൽ ഫറദാണ് എന്നുള്ള ആ പാട്ട് ശരിക്കുള്ളത് അമലിയാത്തിലല്ല ദീനിയാത്തിലാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കാം ആ പാട്ട് ദീനിയാത്തിൽ വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ശരിക്കും ഈമാൻ കാര്യങ്ങൾ 6 ആണെങ്കിലും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 അല്ല, 6-നേക്കാൾ ഒരുപാടുണ്ട്. 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. നിസ്കരിച്ചെങ്കിൽ കാഫിറാവില്ല, വിശ്വസിച്ചില്ലെങ്കിൽ കാഫിറാവും. നിസ്കരിച്ചില്ലെങ്കിൽ ഹറാമാവും. സ്ഥിരമായി നിസ്കരിക്കാത്ത ആൾക്ക് ഫാസിറ്റ് എന്ന് പറയും, ഓനൊന്നിനും പറ്റൂല, അതൊക്കെ ശരിയാണ്. പക്ഷേ നിസ്കരിക്കാതിരുന്നതുകൊണ്ടാണ് ഇസ്ലാമെന്ന് പുറത്തു പോകില്ല. നിസ്കാരത്തെ ഒരാൾ വിശ്വസിച്ചില്ലെങ്കിൽ പുറത്തു പോകും. നോമ്പോറ്റില്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പോകില്ല. നോമ്പിനെ നിഷേധിച്ചാൽ പോകും. അതുകൊണ്ടാണ് ആ പാഠം ദീനിയാത്തിൽ വന്നത്. ഇങ്ങനെ വളരെ കൃത്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ട് മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്ന ഒരു സിസ്റ്റം കേരളത്തിൽ മാത്രമേ ഉള്ളത്. അതിനെയാണ് നമ്മൾ മദ്രസ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായി മദ്രസകൾ മാറിയിട്ടുണ്ട് എന്നതാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധകൾ പുലർത്തേണ്ടത്? ഒന്ന്, മദ്രസ എന്ന് പറഞ്ഞത് ഈമാൻ സംരക്ഷിക്കേണ്ടതാണ്. രണ്ടാമത്തേത് ഇൽമിനെ സംരക്ഷിക്കേണ്ടതാണ്. മൂന്നാമത്തേത് സ്വഭാവം നന്നാക്കേണ്ടതാണ്. ഇനി അതിൽ ഒന്നേ ബാക്കിയുള്ളത് പൈസ ഉണ്ടാക്കലാണ്. അതായത് 4 സംരക്ഷണങ്ങളാണ് ആകെ ഉള്ളത്. ഒരു ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു വിഷയത്തെ നോക്കിക്കാണുമ്പോൾ ഇപ്പോൾ പാരൻറ്റിങ് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടിക്ക് 4 കാര്യമാണ് ചെയ്തു കൊടുക്കേണ്ടത്. 1 ഈമാൻ സംരക്ഷിക്കണം, 2 ഇൽമ് സംരക്ഷിക്കണം, 3 സ്വഭാവം സംരക്ഷിക്കണം, 4 മുതൽ സംരക്ഷിക്കണം. ഒരു മഹല്ല് ഭരണം നടത്തി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഹല്ലിലാകെ 4 കാര്യം ചെയ്യേണ്ടത്. 1, ആ മഹല്ലിലെ ആൾക്കാരുടെ ഈമാൻ സംരക്ഷിക്കണം. രണ്ടാമത്തതുപോലെ വിവരം സംരക്ഷിക്കണം. മൂന്നാമത്തതുപോലെ സ്വഭാവം സംരക്ഷിക്കണം. നാലാമത്തതുപോലെ സമ്പത്ത് സംരക്ഷിക്കണം. ഇതിന് മദ്രസയിൽ 3 ഉണ്ട്. ഈ പൈസന്റെ ഒരു സംരക്ഷണം മാത്രമേ ബാക്കിയുള്ളൂ. അത് നേർക്ക് നേരെ ഇല്ലെങ്കിലും മദ്രസയിലുണ്ട്. ഓരോന്നും പറയാം.
ഒന്നാമത്തത് ഈമാന്റെ സംരക്ഷണമാണ്. ഈമാന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരിക്കണം, മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഒരിക്കലും ഈമാൻ ഉണ്ടാവില്ല. എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്തില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈമാൻ നിലനിൽക്കും. ഈ ഉമ്മത്തിൽ ഏറ്റവും ഈമാനുള്ള മനുഷ്യനായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രത്യേകത റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈമാന്റെ സംരക്ഷണം കിട്ടണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൽബിൽ നിന്ന് ഇറങ്ങാതെ കുടികൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുള്ളവർക്കേ ഈമാൻ ഉണ്ടായിട്ടുള്ളൂ, അതില്ലാത്തവർക്ക് ഈമാൻ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ പഠിക്കണം പല വിഷയങ്ങളും ബുദ്ധിയിൽ ഒതുങ്ങണമല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയാം, മരിക്കുമ്പോൾ അതിശക്തമായ വേദന ഉണ്ട്. സത്യത്തിൽ മരിക്കണതിന് മുമ്പ് ബോധം പോകും. എല്ലാ മനുഷ്യരും മരിക്കണതിന് മുമ്പ് ബോധം നഷ്ടപ്പെടും. ബോധം പോയാൽ പിന്നെ വേദന അറിയാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു സർജറിക്കൊക്കെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്താൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ബോധം കെടുത്തു. അതിനാ വേദന അറിയാതിരിക്കാനാണല്ലോ. ബോധം പോയാൽ പിന്നെ വേദന അറിയാൻ പാടില്ലെങ്കിലും മരിക്കുമ്പോൾ വേദന ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്ത് പാലം ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് ഒരു കാരണമുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഖബറിൽ ഒരു ജീവിതം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോൾ ഈമാൻ നിലനിൽക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിലാണ്. കേരളക്കാർ ഈ വിഷയത്തിൽ വളരെ മുൻപന്തിയിലാണ്. നമുക്ക് അല്ലാഹു തആല ഒരുപാട് നിയമത്ത് ചെയ്തു. അതിലത്തെ വലിയൊരു നിയമത്താണ് നമ്മളെ മദ്രസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ റബീഉൽ അവ്വൽ 12 അതെന്താ? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വന്നിട്ട് ചോദിക്കും, ഉസ്താദെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് സദർ ഉസ്താദിനോട്. അപ്പോൾ സദർ ഉസ്താദ് പറയും, ആ സമയം ഉണ്ടെങ്കിൽ പാടാറേ. അങ്ങനെ അവസാനം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാനുള്ള അവസരം അവരോട് പാടും. അപ്പോൾ ഗൾഫിൽ നിന്ന് കുട്ടികൾ ലീവിന് വന്നവരുണ്ടാവും, അവരെ കീശയിലുണ്ടാവും കായ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ കായ് ഇവിടെ വെച്ചിട്ട് തോന്നും, അവരെ എടുത്തുങ്ങാണ്ട് കവറിലിട്ടുകൊണ്ടാണ് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ സംഗതി നിലനിൽക്കുന്നത്. നമ്മുടെ മഹല്ലിൽ നമ്മുടെ മദ്രസയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കൽ, ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കൽ റബീഉൽ അവ്വൽ 12 നബിദിന പരിപാടിക്കാണ്. എന്തുകൊണ്ട്? അത് ഈമാനുമായി കണക്ട് ചെയ്ത ഒരു സാധനമാണ് മുത്തുനബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുട്ടികളിൽ എത്രത്തോളം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ഓരോ ഈമാൻ നിലനിൽക്കും. അപ്പോൾ ഒന്ന് ഈമാന്റെ സംരക്ഷണമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഇൽമിന്റെ സംരക്ഷണമാണ്. വിവരം ഉണ്ടായാൽ പോരല്ലോ, ആ വിവരം നാഫിയാവണല്ലോ. ഈ ഇൽമ് നാഫിയാവുക എന്ന് പറഞ്ഞാലേ, നാഫിയായ ഇൽമ് ലാറായ ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഇൽമ് രണ്ടെണ്ണമല്ല, ആളാണ് രണ്ടെണ്ണം. വിവരം രണ്ടെണ്ണമല്ല, വിവരം ഒന്നെന്നെ ഉള്ളൂ. ഏത് ഇൽമ് നാഫിയാണോ ആ ഇൽമൊക്കെ ലാറുവോ, ഏതൊക്കെ ലാറിനാണോ അതൊക്കെ നാഫിയോ. ഇപ്പോൾ ഉപകാരമുള്ള ഒരു മനുഷ്യൻ, നമ്മൾ നല്ലൊരു ഉദാഹരണം പറയലുണ്ട്, ചേകലൂർ മൗലവിനെ. ഖുർആൻ 30 കാണാൻ പഠിച്ച ഹാഫിദാണല്ലോ. പഠിച്ചത് ഖുർആനായതുകൊണ്ട് കാര്യമില്ലല്ലോ, പഠിച്ച ആള് ശരിയായില്ല എന്നുള്ളതാണ് പ്രശ്നം. നാഫിയായ മനുഷ്യൻ പഠിക്കുന്ന ഏത് വിവരവും നാഫിയായ ഇൽമായിരിക്കും. നാഫിയായ മനുഷ്യൻ, ഒരു നാഫിയായ മനുഷ്യനും മൈക്ക നേരാക്കാൻ പഠിഞ്ഞാൽ നാഫിയായ ഇൽമാവും. ഉപദ്രവമുള്ള മനുഷ്യനാണ് ഈ മൈക്കിന്റെ നേരാക്കൽ പഠിഞ്ഞു വെച്ചാൽ അത് ഉപദ്രവമാവുള്ളൂ. ഒരു നാഫിയായ മനുഷ്യന് മൊബൈൽ നേരാക്കാൻ പഠിഞ്ഞാൽ നാഫിയായ ഇൽമേക്കാരം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സാധനം കാണാനില്ല. ഇതിനെപ്പറ്റി വലിയൊരു വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇന്ന് രാവിലെ ഒരു കോളേജിലെ കുട്ടിയെ ക്ലാസ് എടുക്കാൻ പോയതാണ്. അവരോട് പറഞ്ഞു, ഇതിൽ ഈ സെർച്ച് ചെയ്യുന്ന സാധനം അതിങ്ങനെ ഫസ്റ്റ് തന്നെ അവിടെ നിൽക്കിയാൽ കാണുന്നുണ്ട്, ഇപ്പോൾ കാണാനില്ല, എന്താ കാട്ടുക? ചോല വേഗം നേരാക്കി തന്നു. ഉപകാരമുള്ള മനുഷ്യനെ പഠിഞ്ഞാൽ അത് ഉപകാരമാവും. നേരെ മറിച്ചൊരു ഉപദ്രവമുള്ള മനുഷ്യനെ പഠിച്ചു കഴിഞ്ഞാൽ ഉപദ്രവേ ആവുള്ളൂ. അപ്പൊ ഇൽമല്ല രണ്ടെണ്ണം, ആളാണ് രണ്ടെണ്ണം. ഉപകാരമുള്ള നാഫിയായ ഇൽമ് തരണേ അല്ലാഹ് പറഞ്ഞാൽ വേറെ ഇൽമ് തരണേന്നല്ല, ഉള്ളത് നാഫിയാക്കി തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നാഫിയായ ഇൽമ് എന്നിട്ട് വേറെ ഇൽമ് വരാനൊന്നുമില്ല. ഈ ഉള്ള ഇൽമ് നാഫിയായി തീരല. അതിനെന്ത് വേണം? ആടെ നാഫി ആക്കി മാറ്റണം. അപ്പൊ അതുകൊണ്ട് ആ ഇൽമ് നാഫി ആവണമെങ്കിൽ ഇൽമിന്റെ പരിപാലനം നടക്കണം. വിവരം ഉണ്ടായത് കൊണ്ടായില്ല, വിവരം പരിപാലിക്കപ്പെടണം.
എന്താണ് വിവരത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ? ഇൽമ് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് ഇൽമിന്റെ പരിപാലനം എന്ന് പറയാം. ഇന്നിപ്പോ യുക്തിവാദിയാകുന്നത്, നിരീശ്വരവാദിയാകുന്നത്, സർവമത സത്യവാദിയാകുന്നത്, സ്ത്രീപക്ഷവാദിയാകുന്നത് ഒക്കെ പരിശോധിച്ചാൽ ഒന്നും വിവരമില്ലാത്തവരല്ല, എല്ലാം വിവരം വരാം. വിവരമില്ലാത്തവർക്ക് ഇങ്ങനെയൊന്നും പറ്റണില്ല. അതിനർത്ഥം ഇനി വിവരം വേണ്ടെന്നല്ല. നമ്മൾ പഴയ കാലത്തെ ആൾക്കാർ ഇപ്പോൾ 10-50 വയസ്സൊക്കെ ഉള്ള ഒരാളെ നമ്മൾ എടുത്തൊരു 40 വയസ്സ് 50 വയസ്സുള്ള ഒരാള് മൂപ്പരാകെ സ്കൂളിലേക്ക് 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, മദ്രസയിലും 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം കണ്ണൂട്ടാനൊക്കെ അറിയും, കൗമുമ കയറാൻ അറിയാം, തെങ്ങിൻ്റെ തടം തിരക്കാൻ അറിയാം. ഒരു ദിവസം രാവിലെ പാടത്ത് പോയിട്ട് കണ്ണൂട്ട് കഴിഞ്ഞിട്ട് ആ മുടുങ്കോലുംപടിയും കൈ പിടിച്ചിങ്ങാണ്ട് കൊണ്ട് വരുമ്പോൾ ഓനോട് ചോദിച്ചു, എടാ അവളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ ആ മുടുങ്കോലുംപടിയുടെ തലമാറി പിടിച്ചിട്ട് ശേഷം അടുത്തുങ്ങൾ വാനയ്ക്ക് ഒപ്പം കാണിച്ചു തരാമെന്ന് പറയും. ഓനൊരു പ്രശ്നം പറ്റണില്ലല്ലോ ശരിക്കും. പിന്നെ ഈ യുക്തിവാദി നിരീശ്വരവാദിയൊക്കെ ആയതാരാ? വിവരമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയ മതിയോ, അല്ലെങ്കിൽ എടുത്തോളത്തോളം പണിയൊക്കെ പത്തിരാകുകയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഭൗതിക തലം ഉയർന്നു വരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർന്നു വരാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഭൗതിക തലം ഉയർന്നു വരുമ്പോൾ സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഈ സംശയം കൂടുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരാതെ വരുമ്പോൾ അവർക്ക് സംഭവിക്കും. പഴയ ആൾക്കാർക്ക് അത് സംഭവിക്കില്ല. അതിന് കാരണം പഴയ ആൾക്കാർക്ക് ഹിന്ദുസ്ഥാൻ കണ്ടൊരാളുണ്ടായിരുന്നു, പുതിയ തലമുറക്ക് അതില്ല. ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടിനെ വിളിച്ചിട്ട് അൻഡുസ്താദ് ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ആളില്ല എന്നാണ് അവൻ്റെ മറുപടി. വല്ലാതെ നിർബന്ധിച്ച് ചോദിച്ചാൽ ആരാ എന്നെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ആ പാലത്തിന്റെ അപ്പുറത്ത് വന്ന ഒരാളായിരുന്നു പറയും, അല്ലെങ്കിൽ ഒരു കണ്ണട വെച്ച ആളായിരുന്നു എന്ന് പറയും, അല്ലെങ്കിൽ ഒരു താടിയുള്ള മൂല്യമായിരുന്നു എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തേക്ക് സംഗതി പോടില്ല. നേരെ മറിച്ച് പഴയ ഒരാളെ വിളിച്ചിട്ട് പിന്നെ നാട്ടിലൊക്കെ ഉള്ള പഴയ ആൾക്കാരോട് ആരാ നിങ്ങളെ ഉസ്താദ് എന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മൈമൂലയായിരുന്നു പറയും. എന്നാൽ പുതിയ തലമുറക്ക് അങ്ങനെ ഒരാളില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഹിന്ദുസ്ഥാൻ എന്നൊരാളില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് സംഭവിച്ചതിൻ്റെ കാരണം നമ്മുടെ ഈ മലബാർ ഏരിയയിലൊക്കെ പഴയ കാലത്ത് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് തുണിങ്കുപ്പായി കിട്ടും. ഇപ്പൊ അങ്ങനെ എടുത്തു പോയിട്ടുണ്ട്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ കെട്ടുമ്പോൾ ഉസ്താദന്മാർക്ക് ഒരു കൂട്ടി തുണിങ്കുപ്പായി കിട്ടും. ഈ തുണിങ്കുപ്പായും സാധാരണ കിട്ടൽ 7ാം ക്ലാസ്സിന്റെ ശേഷം പഠിപ്പിച്ച ഉസ്താദിനാണ്. ഇതൊക്കെ എല്ലാവർക്കും പരിശോധിച്ചാൽ കാണും, ഞാൻ മാത്രം പരിശോധിച്ചാൽ കാണുന്ന സംഗതിയല്ല. 7ാം ക്ലാസ്സിന്റെ മേലെ പഠിപ്പിച്ച ഉസ്താദന്മാർക്കാണ് തുണിങ്കുപ്പായി കിട്ടുക. എന്താ കാരണം നിങ്ങൾ 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 12 വയസ്സാണ്. 12 വയസ്സിന് ശേഷമാണ് ഞാൻ ഈ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു തോന്നൽ കുട്ടിക്കുണ്ടാവുന്നത്. അതിനാൽ അവിടെ നിന്നുള്ള ഉസ്താദന്മാരെയാണ് ഉസ്താദായിട്ട് കാണുന്നത് എന്നതാണ് കാരണം. അപ്പോൾ ദൗർഭാഗ്യവശാൽ 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും. ദൗർഭാഗ്യവശാൽ നമ്മൾ മാത്രമായതുകൊണ്ട് പറഞ്ഞതാണ്. അതേമാതിരി മാലിൽ പോയി പറഞ്ഞുകൊണ്ട് അവസാനം മനസ്സിനകത്ത് കയറാൻ നിൽക്കേണ്ട സംഗതി. ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മൾ വല്ലാതെ ചുരുപ്പാക്കിയിട്ടുണ്ട്. ഒരു 5ലെ സർട്ടിഫിക്കറ്റും ഒരു 7ലെ സർട്ടിഫിക്കറ്റും അതാണെങ്കിൽ ലെവൽ 12 അന്ന് ഉസ്താദ്മാർ ഫ്രെയിം ചെയ്തിങ്ങാണ്ട് തെളിഞ്ഞ് കൊണ്ടുപോയിട്ടാണ് തൂക്കിയാൽ അത്യാവശ്യം പെൺകുട്ടിനെ പുതിയാപ്പിളാർ കാണാൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ ധാരാളമായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. ഇതാണ് പ്രശ്നം. സത്യത്തിൽ ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് വരാവുന്ന സംശയങ്ങളെ കവർ ചെയ്യുന്ന തരത്തിലാണ് മദ്രസയിലെ പാഠപുസ്തകം ഡിസൈൻ ചെയ്തത്. അപ്പോൾ 8ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സംശയം കവർ ചെയ്യണമെങ്കിൽ 8ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചിരിക്കണം. 12ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സംശയങ്ങൾ കവർ ചെയ്യണമെങ്കിൽ 12ാം ക്ലാസ് മദ്രസയിൽ പഠിപ്പിക്കണം. അത് 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും അവസാനിച്ചാൽ ഇൽമ മെയിൻറ്റെയിൻ ചെയ്യാതെയായി, വിവരത്തിന്റെ പരിപാലനം നടക്കാതെയായി. ഈ വിവരത്തിന്റെ പരിപാലനം നടന്നിട്ടില്ലെങ്കിൽ സംശയങ്ങൾ ബാക്കിയോ. ഇനി എന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ, ഒന്ന് മദ്രസന്റെ കാര്യത്തിൽ നമ്മൾ വലിയ ശ്രദ്ധ പതിച്ചിട്ട് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം കൊടുക്കുക. അതിന്റെ പുറമെ വെക്കേഷൻ സമയങ്ങളിലൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തിയിട്ട് പ്രത്യേകമായ ക്ലാസ്സുകൾ കൊടുക്കുക. അങ്ങനെ അവരെ കൂടുതൽ സെറ്റ് ചെയ്ത് അവർക്ക് വരാൻ സാധ്യതയുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുത്തു പോകണം. ഈ വരാൻ സാധ്യതയുള്ള സംശയങ്ങൾ നമ്മളൊരു സംഭവമുണ്ട്. ഇനിയുള്ള കാലത്ത് ഇസ്ലാം ദീനിനെതിരെ വരുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സംശയം ഉണ്ടാക്കിയാലേ ഈമാൻ പോകുള്ളൂ
അതുകൊണ്ട് നിസ്കാരത്തിന് കുറ്റം പറയുന്നതിനേക്കാൾ, നോമ്പിനെ കുറ്റം പറയുന്നതിനേക്കാൾ, ഖുർആനോത്ത് കുറ്റം പറഞ്ഞതിനേക്കാൾ, ഹജ്ജിനെ കുറ്റം പറഞ്ഞതിനേക്കാൾ മുഹമ്മദ് നബിയെ കുറ്റം പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരാൾക്ക് ലവലേശം സംശയം വന്നാൽ മറുപടി കിട്ടുന്നതിന്റെ മുമ്പേ ഈമാൻ പോയിട്ടുണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരാൾക്ക് ലേശം സംശയം ഉണ്ടായി എന്ന് വിചാരിക്കാം, മറുപടി കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും, അപ്പോൾ അതിന് ഈമാൻ പോകും. നബി തങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അല്പം സംശയം വന്നാൽ അത് ഈമാനെ ബാധിക്കും. അതുകൊണ്ട് ഇൽമിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് അവന്റെ ആത്മീയ തലം ഉയർത്തിക്കൊണ്ടിരിക്കണം. അതിന് നമ്മൾ മദ്രസകൾ ഇപ്പോൾ 12 വരെ ഉണ്ട്, അത് മുഴുവൻ ഉപയോഗപ്പെടുത്തണം. ഇനി ആൾക്കാർ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ആ ഓൽക്കും ഉണ്ടായിട്ടില്ലെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ നമ്മളെ ആവശ്യമില്ല, അങ്ങനെ തീരുമാനിക്കാൻ ആർക്കും പറ്റും. ഓൽക്ക് വേണ്ടായിട്ടാണെന്ന് തീരുമാനിക്കാൻ പാടില്ല. അവരെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് ഒഴിവുള്ള ദിവസം കൊണ്ടുവരിക, ഞായറാഴ്ച കൊണ്ടുവരിക, ക്രിസ്മസ് വെക്കേഷനിൽ കൊണ്ടുവരിക, ഓണം വെക്കേഷനിൽ കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് എന്താണോ നഷ്ടപ്പെടുത്തത് അത് കൊടുക്കാനാണ് നമ്മളെ ആവശ്യമുള്ളത്. അല്ല, വന്നവർക്ക് അങ്ങനെ കൊടുക്കാനാണെങ്കിൽ പങ്കാളികൾ മതിയല്ല, നമ്മളെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വരുന്നില്ല എന്നുള്ളതൊരു വാദമല്ല. എന്തുകൊണ്ട് വന്നില്ല, നമ്മളെ വർക്കം കൊണ്ട് വന്നില്ല, പോലെ എപ്പോഴാണ് വരികച്ചാൽ അപ്പം കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ അവരുടെ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരണം. ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മൾ ഒരിക്കലും എതിരാവാനായിട്ട് പാടില്ല, നന്നായി പഠിക്കണം. പക്ഷെ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നതിനനുസരിച്ച് സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ 1-2 സ്ഥലത്ത് പറയണ്ടായി, എന്നോട് പഠിത്ത് ചോദിച്ചതാണ് ഈ സുർക്ക ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അതായത് ഈ സുർക്ക നല്ല കൂട്ടാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ പഠനം അനുസരിച്ച് സുർക്ക ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മൂത്രക്കടച്ചിലും സ്ത്രീകൾക്ക് വെള്ളപോക്ക് എന്ന അസുഖം ഉണ്ടാവുന്നതാണ്. അസ്ഥിയുരുക്കം, വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലും ഉണ്ടാവും. അതുണ്ടായില്ല എന്നുള്ളതല്ല പ്രശ്നം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുർക്ക കൂട്ടാൻ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭൗതിക തലം ഉയരുകയാണ്. ഭൗതിക തലം ഉയരുമ്പോൾ സുർക്കയെ കുറിച്ചുള്ള പഠനങ്ങൾ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ആയ ഒരാൾക്ക് ആ സംശയം ഉടനെ ഇസ്ലാമിലേക്ക് വരും. എന്തുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുർക്ക കൂട്ടാൻ പറഞ്ഞു? ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് അതേ ഹദീസ് ഒന്നുകൂടി പഠിക്കാൻ വേണ്ടേ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഹദീസ് ഒന്നുകൂടി പഠിപ്പിക്കാൻ പറ്റിയാൽ മതി. ഇത് ഏതാ ഹദീസ്? ഇത് വളരെ സഹിയായ ഹദീസാണ്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നു, ഭാര്യമാരുടെ അടുക്കൽ വന്നു. ഭക്ഷണം എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഉണങ്ങിയ റൊട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടി കുഴപ്പമൊന്നുമില്ല, ദിവസവും ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള റൊട്ടി ഉണക്കി സൂക്ഷിക്കുകയും ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അതിലേക്ക് വെള്ളം കുടഞ്ഞ് അതപ്പോൾ സോഫ്റ്റ് ആവും എന്നിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഭക്ഷണമാണ് ഉണങ്ങിയ റൊട്ടി. അങ്ങനെ ഉണങ്ങിയ റൊട്ടി വെള്ളമൊക്കെ കുടഞ്ഞിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് കിട്ടി. ഇതിലേക്ക് എന്താ കൂട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ ഇവിടെ സുർക്കയല്ലാതെ മറ്റൊരു കൂട്ടാനും ഇല്ലല്ലോ നബിയേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ്, കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറൊന്നും ഇല്ലെങ്കിൽ എന്നാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് സംശയം ഗ്രന്ഥങ്ങളിലേക്ക് വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംശയത്തെ യഥാസമയത്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ഇൽമിന്റെ പരിപാലനം എന്ന് പറഞ്ഞത്. ഇനി മറുപടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു 4-5 ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയാലേ എല്ലാത്തിനും ഇങ്ങനെ ഉത്തരം ഉണ്ടാവും. എനിക്ക് തിരിയായിട്ട് ഇക്കാരെന്ന് ഓന് മനസ്സിലാവും. അതോടുകൂടെ പ്രശ്നം അവസാനിച്ചു. ആ ആദ്യത്തെ ഒരു 5-6 ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് തോന്നിയാൽ പിന്നെ എന്താണെന്ന് പറഞ്ഞ കാര്യമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിഷയം ഉള്ളത്. അതുകൊണ്ട് ഇൽമിന്റെ പരിപാലനം നടക്കണമെങ്കിൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. ഭൗതിക തലം ഉയർത്തണം, ഒപ്പം ആത്മീയ തലവും ഉയർത്തണം. അല്ലാതെ ഇതിന് നെഗറ്റീവ് മീനിങ് എടുക്കാൻ പാടില്ല. പിന്നെ ഒന്നും പഠിക്കാൻ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ എന്ന് അങ്ങനെ ആക്കാൻ പാടില്ല. ഭൗതിക തലം നല്ലോണം ഉയർത്തണം, അതിനനുസരിച്ച് ആത്മീയ തലം ഉയർത്തണം. സംവിധാനം ഇല്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഇഷ്ടംപോലെ സംവിധാനം. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് ഓൺലൈൻ മദ്രസ തുടങ്ങി. ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഇരുന്ന് പഠിക്കേണ്ട സംവിധാനം അതിപ്പോൾ വളരെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു.
സംവിധാനമില്ല എന്ന് എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോണുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. വേണ്ടാന്ന് വെച്ചു, ഇത്രയൊക്കെ മതിയെന്ന് വെച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ പ്രശ്നം. മൂന്നാമത്തെ ഒരു കാര്യം സ്വഭാവത്തിൻ്റെ പരിപാലനമാണ്. ഒന്ന് ഈമാൻ സംരക്ഷിക്കുക, രണ്ട് ഇൽമ പരിപാലിക്കുക, മൂന്ന് സ്വഭാവത്തിൻ്റെ പരിപാലനം. ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം എഴുതി പഠിച്ചാൽ പഠിക്കുന്ന സാധനമല്ല. വേറൊക്കെ എഴുതി പഠിച്ചാൽ പഠിയും, സ്വഭാവം ഒരിക്കലും എഴുതി പഠിച്ചാൽ പഠിയില്ല. സ്വഭാവം കണ്ടുപഠിക്കുന്നതാണ്. ഗുരുനാഥന്മാരെ കണ്ട്, മാതാപിതാക്കളെ കണ്ട്, അയൽവാസികളെ കണ്ട്, മറ്റുള്ളവരെ കണ്ട് കണ്ടുപഠിക്കുന്ന സാധനമാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ സൽസ്വഭാവത്തെ കണ്ടുപഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. ഈ സൽസ്വഭാവം ശരിക്കും ഒറ്റവാക്കിൽ ഒതുങ്ങൂല എന്നുള്ളതാണ്. 20 കാര്യങ്ങളൊക്കെയാണ് സൽസ്വഭാവമായിട്ട് സാധാരണയായി എണ്ണിപ്പോരുന്നത്. പക്ഷെ ഒറ്റവാക്കിൽ ഒതുക്കാവുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മലമ്പ്രദേശത്ത് ആടിനെ മേച്ച് ജീവിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു. കുറെ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകാൻ സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രതീക്ഷിച്ചൊരു മറുപടി അല്ല കിട്ടിയത്. മൂപ്പര് ചോദിച്ചത് എന്താ വെച്ചാല്, മൂപ്പര് മലമ്പ്രദേശത്ത് ആടിനെ നോക്കി താമസിക്കണം, അവിടെ കുറെ ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങോട്ട് സദസ്സിൽക്കൊക്കെ എപ്പോഴെങ്കിലേ വിരല് പതിവുള്ളൂ. നാട്ടിൽ ചെന്നിട്ട് പ്രസംഗിക്കാനുള്ള ഒരു 2 പേജെങ്കിലുള്ള ഒരു മാറ്ററാണ് ചോദിച്ചത്. പക്ഷെ ഒറ്റവാക്കിൽ ഒതുങ്ങിയപ്പോ പോയി അവിടെ തന്നെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞിട്ട് രണ്ടാമത് എഴുന്നേറ്റ് ചോദ്യം ആവർത്തിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, ഉത്തരം പഴയ തന്നെ ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി. മൂന്നാമത് ആവർത്തിച്ചു, അപ്പോഴും പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുലുഖി. ഇനി ഒരു മറുപടി കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ പോകാൻ വേണ്ടി ഒരുങ്ങി. പോകന്നേന്ന് കണ്ടപ്പോൾ മെടനെ വിളിച്ചുപെടാ വാർന്നു. എന്നിട്ട് തിരിച്ചു ചോദിച്ചു, ഒമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു. അതിപ്പോ വേറെ സംഭവം കേട്ടോ. ഈ സഹാബത്ത് അറിയെങ്കിലും പോലും പറയില്ല അല്ലാഹു റസൂലുഹു അഅലം എന്നാണ്. ഞമ്മക്ക് അറിയില്ലെങ്കിലും അത് 3 ഒരാൾക്കും പോയി എന്നാ പറയാം. പിന്നെ ബാക്കി പിന്നെ ആലോചിച്ചിട്ട് വേണം. അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ വലിയൊരു പ്രശ്നമായിട്ട് ഇരിക്കുന്നത് തോന്നിയത് വിവരമില്ലാത്തവന്റെ വിവരം. നമ്മളെ നാട്ടിലൊരാള് ഓന്റെ പെണ്ണുങ്ങളോട് അന്നെ ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞു വിചാരിക്കാം. പള്ളിക്കത്തെ മോലയോട് പോയി ചോദിച്ചു, ഉസ്താദേ ഞാനിങ്ങനെ എൻ്റെ പെണ്ണുങ്ങളോട് അന്നെ ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മോലയോര് പറയും, നമുക്ക് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിലൊന്ന് പോയിട്ട് അവിടുത്തെ ഉസ്താദുമാരെ കണ്ട് ഈ വിവരം ഒന്ന് പറഞ്ഞിട്ട് ഓരോ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ശേഷം വേണ്ടതുപോലെ ചെയ്യാം എന്ന് പള്ളിക്കത്തെ മോലയോര് പറയും. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ആ ചായ വാരുക അല്ലെങ്കിൽ മീൻ കച്ചവടം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ചെന്നിട്ട് ഞാൻ എൻ്റെ പെണ്ണിനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കിട്ടും മസാല, അത് 3 പോയിട്ടുണ്ടാവും. വേണമെങ്കിൽ എൻ്റെ കൂടെ അതും കൂടി പറഞ്ഞു മൂല്യന്മാരൊക്കെ മാറ്റി പറയുമെന്ന് ആവോടും കൂടി മാറ്റി. ഇതിനെയാണ് വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറഞ്ഞത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അന്തമില്ലാത്തൊരനന്തകോടിയാണ് അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ, അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ളന്തമുണ്ടാവല ഏറ്റമന്തം. ഏറ്റവും വലിയ വിവരം അറിയില്ല എന്നുള്ള വിവരമാണ്. ഇത് മനുഷ്യന്മാർക്കില്ല. എന്തായാലും സഹാബത്തിനോട് എന്ത് ചോദിച്ചാലും പോലെ അല്ലാഹു റസൂലുഹു അഅലം. വളരെ സിമ്പിളായ ചോദ്യങ്ങൾ കേട്ടു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തെ, കൊമ്പും ചുള്ളിയില്ലാത്ത, ഇണച്ചില്ലാത്ത, കമ്പില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയുമോന്ന് ചോദിച്ചു. സംഗതി അത് ഈത്തപ്പനയാണ്, മുറ്റത്ത് നിൽക്കുന്നതാണ്. പക്ഷെ ഓല മറുപടി അല്ലാഹു റസൂലുഹു അഅലം എന്നാണ്. മറുപടി നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അവരെന്തിനും അങ്ങനെ അല്ലാഹു റസൂലുഹു അഅലം എന്നാണ്. അപ്പൊ ഈ സഹാബി അങ്ങനെ പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം. അപ്പൊ നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, ലാ തഗ്ളബ് അഹദ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാണ്. നമ്മൾ നാടൻ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അനക്ക് ഈറ പിടിച്ചാതിരിക്കണതിൻ്റെ പേരാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞത്. ഇപ്പം ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം ശരിക്കും കണ്ടുപഠിക്കുന്നതാണ്. അനക്ക് ഈറ പിടിച്ചില്ലേ എൻ്റെ അടുത്ത് സൽസ്വഭാവം പഠിക്കും. അനക്ക് ഈറ മൂക്കിൻ്റെ തലപ്പത്താണോ എൻ്റെ അടുത്ത് സൽസ്വഭാവം ഒരു മനുഷ്യനും പഠിക്കൂല. ഇതാണ് വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ ഒരു താരതമ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ആ താരതമ്യം ഇതാണ്. നമ്മുടെ നാട്ടിൽ 2 തരം മദ്രസ ഉണ്ട്. ഒന്ന് സ്കൂളിലുള്ള മദ്രസയും ഉണ്ട്, ഒന്ന്
മദ്രസ മാത്രമായുള്ള മദ്രസയുണ്ട്. ഞാൻ രണ്ടിൻ്റെ ഭാരവാഹിയാണ്, അവിടെ എനിക്ക് പറയാനുള്ള യോഗ്യതയുണ്ട്. രണ്ടിൻ്റെ ആളാണ്. ഒന്ന് സ്കൂളിലെ മദ്രസ, ഒന്ന് മദ്രസ മാത്രമായുള്ള മദ്രസ. സ്കൂളിലുള്ള മദ്രസയും മദ്രസ മാത്രമായുള്ള മദ്രസയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധാ മദ്രസയിൽ അരമണിക്കൂർ സമയമൊക്കെ കിട്ടാം. 10 മിനിറ്റിന് മദ്രസയിൽ പോണ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകണതാണ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഒരു പെയ്ത്തുണ്ടാവും കൂടി കഴിയുമ്പോൾ ഏകദേശം 10 മിനിറ്റായി. കുട്ടികളെ അപ്പോൾ ഇങ്ങനെ സ്കൂൾ ബസ് വരുന്ന വരുന്നും കാണാം. എന്നാലും പോകണം എന്നുള്ള അഭിപ്രായം ഞാൻ. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലുള്ള മദ്രസകൾ എന്നത് അതിലേക്ക് കുട്ടി പോകുമ്പോൾ മനസ്സിലൊരു നീയത്തുണ്ട്, അത് ഓതാൻ പോകുക എന്നുള്ള നീയത്താണ്. സ്കൂളിൽ 3 പീരീഡ് കിട്ടും ദിവസം, പരിപൂർണമായും 3 പീരീഡ് കിട്ടും. ഇവിടെ ആകെ 10 മിനിറ്റേ കിട്ടണുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 3 പീരീഡിനേക്കാൾ ആ 10 മിനിറ്റ് ഉപകാരപ്പെടുന്നതിന് കാരണം രാവിലെ നീച്ചിങ്ങാണ്ട് ബുക്കും പുസ്തകവും കൂടി എടുത്തുങ്ങാണ്ട് പോകുമ്പോൾ മനസ്സിൽ ഞാൻ ഓതാൻ പോവുകയാണ് എന്നുള്ള നീയത്തിലാണ് പോകുന്നത് എന്നതാണ് ഒരു കാര്യം. രണ്ടാമതായിട്ടൊരു കാര്യമുണ്ട്. ഭൗതിക കലാലയങ്ങൾ എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നത് ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടണമെന്ന് കരുതിയിട്ട് തന്നെയാണ്. എന്നാലും ദുന്യാവിൽ എന്തെങ്കിലും കിട്ടണമെന്നും കൂടി കരുതിയിട്ടാണ്. മദ്രസയ്ക്ക് ചുറ്റുമുറിച്ചു കൊടുത്ത ആൾക്കാർക്ക് ദുന്യാവിൽ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരാഗ്രഹമില്ല എന്ന അസ്ലിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഗുണം. ഒന്ന്, അതിന് സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ ദുന്യാവിൽ കിട്ടാനല്ല ആഖിറത്തിൽ കിട്ടാനാണ് എന്നുള്ള ഗുണം 10 മിനിറ്റ് അതിൽ പോയിരുന്നാലും കിട്ടും. രണ്ടാമതൊരു കാര്യം, അതിലേക്ക് പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു നീയത്ത്, ഞാൻ ഇൽമു പഠിക്കാൻ പോവുകയാണ്, നിസ്കരിക്കാൻ പഠിക്കാൻ പോവുകയാണ്, ഓതാൻ പഠിക്കാൻ പോവുകയാണ് എന്ന നീയത്തിലാണ് പോകുന്നത് എന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ ഗുണം. ഈ 2 ഗുണങ്ങൾ ഈ കുട്ടിയെ നമ്മുടെ നാടൻ പ്രദേശങ്ങളിലുള്ള സാധാരണ മദ്രസകൾ ഇഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ആത്മീയതയുടെയും സ്വഭാവ സംസ്കരണത്തിൻ്റെയും വലിയ കേന്ദ്രങ്ങളായി നമ്മുടെ നാട്ടിലെ മദ്രസകളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അത് ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തണം. സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും വലിയ മാറ്റത്തിൻ്റെ കേന്ദ്രങ്ങളായി മദ്രസകൾ മാറുകയും ഉസ്താദുമാർ അതിന് മാതൃകയാവുകയും മാതൃകായോഗ്യരായ അധ്യാപകരെ നിയമിക്കുകയും ഒക്കെ വേണം. ആത്മീയതയാണ് മദ്രസയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ സഞ്ചരിച്ചാലും കേരളക്കാർക്ക് ആത്മീയമായി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റം നമ്മുടെ പള്ളി, നമ്മുടെ മസ്ജിദ് സംസ്കാരം കൊണ്ടും നമ്മുടെ മദ്രസ സംസ്കാരം കൊണ്ടും ഉണ്ടായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. 920-കൾക്ക് മുമ്പും ഇതുണ്ട്. പക്ഷെ മദ്രസ എന്നുള്ളൊരു സിസ്റ്റമാറ്റിക് രീതിയിലല്ല, ഓത്തുപള്ളി എന്ന രീതിയിലാണ് എന്ന് മാത്രം. ഒരു ഗുരുവിനെ ആശ്രയിച്ച് എല്ലാം പഠിക്കുന്ന ഒരു രീതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിലും മനുഷ്യന് ആകെ ആവശ്യമുള്ളത് ചോദിക്കാനും പറയാനും ഒരു ഗുരുവാണ്, ഒരു ഉസ്താദാണ്. ചോദിക്കാനും പറയാനുള്ള ഒരാൾ അതില്ലാതെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നു. ഇൽമു നിലനിൽക്കണമെങ്കിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഗുരുവിനോടുള്ള ആദരവാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇൽമു നാഫിയാവുകയില്ല. അതുകൊണ്ട് ഗുരുവിനോടുള്ള ആദരവ് കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കി പുതിയ തലമുറയിൽ ഉണ്ടാവാൻ നമ്മളാൽ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആത്മീയതയുടെ വലിയ കേന്ദ്രങ്ങളാക്കി മദ്രസയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മദ്രസ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. മദ്രസയോട് ചുറ്റിപ്പറ്റി നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മസ്ജിദ് മദ്രസ എന്ന് പറയുന്നത് കേരളീയ മുസ്ലിങ്ങളുടെ വലിയൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ നമുക്ക് സാധ്യമാവുക, അതിന് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ പ്രദേശങ്ങളിലും ഒരു ജീവനുള്ള ഖുർആൻ ക്ലാസ് മദ്രസ കേന്ദ്രീകരിച്ചുണ്ടായാൽ നിലനിൽക്കും. ജീവനുള്ള ഖുർആൻ ക്ലാസ് പറഞ്ഞാൽ ഖുർആൻ ക്ലാസ് പല നിലക്കുണ്ട്. മരിച്ച ഖുർആൻ ക്ലാസ് ഉണ്ട്, ജീവനുള്ളതുണ്ട്. ജീവനുണ്ടാണെങ്കിൽ 2 കാര്യം വേണം. ഒന്നെന്താ വെച്ചാൽ എന്തെങ്കിലും കുറച്ച് മലയാളത്തിലൊക്കെ ദ്വാരക്കണ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരു ജീവൻ നിലനിൽക്കും. രണ്ടാമത്തത് എന്തെങ്കിലും ഒരു ചീരിനൊക്കെ ഉണ്ടായാൽ ഒന്ന് ചൊല്ലി പറഞ്ഞ് ഒന്ന് ദ്വാരന്ന് ഒരു ചെറിയ ചീരിനൊക്കെ ഉണ്ടായാൽ ജീവൻ നിലനിൽക്കും. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞായറാഴ്ച ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് അങ്ങനെയൊക്കെയാണ്. അല്ല എന്തെങ്കിലും ഒരു ചീരിനെയോ ചെറുക്കൊരു പുകയൊക്കെ പൊന്തിയാൽ ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ടല്ലോ എന്ന്
പറയുന്നതിന്റെ ഒരു ഉച്ചാരണുണ്ടാവും. അങ്ങനെ ഒരു ജീവുള്ള ഒരു ഖുർആൻ ക്ലാസ്. ഖുർആൻ ക്ലാസ് എന്നൊരു പേരാണ്. അതിൽ ഖുർആൻ മാത്രം പറയാനൊന്നുമില്ല, ഖുർആന്റെ പേരിൽ എല്ലാം പറയാം, ഹദീസും പറയാം, അങ്ങനെ എല്ലാം. നമുക്കത് കേട്ടുകാണ്ട് നാളെ തന്നെ പോയിട്ട് എല്ലാ ദിവസവും ഖുർആൻ ക്ലാസ് തുടങ്ങണം എന്നല്ല കേട്ടോ. ഓരോ പ്രദേശത്തും എങ്ങനെ നടക്കുക നോക്കിയിട്ട് അങ്ങനെ തുടങ്ങണം. ചില സ്ഥലങ്ങളിൽ സീസണബിൾ ആയിട്ടേ നടക്കുന്നുണ്ടാവുള്ളൂ. റജബ് ആവുമ്പോൾ ഒരു ക്ലാസ്, ഷാബാൻ 15 വരുമ്പോൾ അതിന്റെ മുന്നോടിയായി ഒരു ക്ലാസ്, അങ്ങനെ മുഹറം 10 വരുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ടൊരു ക്ലാസ്, റമദാന്റെ മുന്നോടിയായിട്ടൊരു ക്ലാസ്സും റമദാനിലെ ബദരീങ്ങളാട്ടിനോടനുബന്ധിച്ചൊരു 3 ദിവസം, ഇങ്ങനെയൊക്കെ കാരണം ചില പ്രദേശത്ത് നടക്കുള്ളൂ. തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ദീർഘകാലം നിലനിൽക്കാവുന്ന ഒരു തരത്തിൽ തുടങ്ങണം. അങ്ങോട്ട് തുടങ്ങിനാട് പിന്നെ കുടുങ്ങണ രൂപം ഉണ്ടായത് നല്ലോണം ആലോചിച്ചിട്ട് ഓരോ പ്രദേശത്തേക്കും പറ്റുന്ന തരത്തിൽ ആസൂത്രണം ചെയ്ത് ജീവുള്ള ഒരു ഖുർആൻ ക്ലാസ് മഹല്ലിൽ നിലനിന്നാൽ ആണുങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് വഴിയുണ്ട്. ഈ വൈജ്ഞാനിക നിരാശാരോഗം കണ്ട രോഗമുണ്ട് എന്നാണ്. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം, അതിൽ സ്ത്രീകൾ വളരെ മുൻപന്തിയിലാണ് എന്നാണ്. ഈ പെൺകുട്ടികളെ ഒന്ന് കെട്ടിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി 2 കുട്ടിയൊക്കെ ആയതിന് ശേഷം മാതാപിതാക്കളെ മനസ്സുകൊണ്ട് ശകാരിക്കാറുണ്ട് എന്നാണ്. എൻ്റെ വാപ്പ അന്ന് എന്നെ പഠിപ്പിക്കാതിരുന്നു. പക്ഷെ ആൺകുട്ടികൾക്ക് അങ്ങനെ തോന്നൂല. ആൺകുട്ടികൾക്ക് തോന്നാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. അവർക്ക് പള്ളിയിൽ വെച്ച് മതപ്രഭാഷണങ്ങളുണ്ട്, അതുപോലെ വയലുകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, പരിപാടികളുണ്ട്. സ്ത്രീകൾക്ക് അതൊന്നും ഇല്ലാത്തതിനാൽ വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം സ്ത്രീകൾക്ക് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ ഖുർആൻ ക്ലാസ് പരിപാടിക്കൊക്കെ പെണ്ണുങ്ങൾ ഒരുപാട് വരുന്നതിൻ്റെ കാരണം. അവർക്കൊക്കെ ഈ വൈജ്ഞാനിക നിരാശാരോഗം ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇതേ വഴിയുള്ളൂ പഠിക്കാൻ. നല്ല മനോഹരമായ മസലകളൊക്കെ പറഞ്ഞെടുക്കുന്ന, സ്ത്രീകൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന, ഇത് മാത്രം ലക്ഷ്യമാക്കാത്ത നല്ല ക്ലാസ്സുകൾ. സംഘടന നടന്നു പോകാനുള്ള ചെറിയ 10 രൂപയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ വന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആകെ പിരിവാക്കി മാറ്റിയിരിക്കുക. പിരിവ് വേറെ വേണം കേട്ടോ. പിരിവില്ലാതെ സംഘടന നടക്കൊന്നുമില്ല. വിഷയങ്ങൾക്കൊക്കെ പിരിവാണ്. പിരിവ് എല്ലാ കാലത്തും നിലനിൽക്കേണ്ടത് തന്നെയാണ്. മുസ്ലിം ഉമ്മത്തെ എവിടെയെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം റിലീഫ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പഠനം. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാത്തതല്ല. പക്ഷെ ഖുർആൻ ക്ലാസ് നല്ല മനോഹരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചൊല്ലി പറഞ്ഞ് മജ്ലിസുന്നൂർ ചൊല്ലി, മങ്കൂസുമോര് തോതി, ബദരീങ്ങളുടെ പേര് പറഞ്ഞ്, മരിച്ചവർക്ക് യാസീൻ ഓതി, ഒന്ന് തോരക്കണ ചെറിയ എന്തെങ്കിലും ഒരു ചീരിഞ്ഞൊക്കെ കൊടുക്കണേ. നല്ലൊരു സദസ്സ് എല്ലായിടത്തും എല്ലാ മദ്രസ കേന്ദ്രീകരിച്ചും ഉണ്ടായാൽ ആത്മീയമായ ധാർമ്മികമായ വലിയൊരു മുന്നേറ്റത്തിൻ്റെ കേന്ദ്രമാക്കി നമുക്കതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് വേണ്ടത് മസ്ലഹത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കേന്ദ്രങ്ങളായി മദ്രസകൾ മാറണം. ധാരാളം കാര്യങ്ങൾ മദ്രസ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കുട്ടികൾ വഴിയായി ഇടപെടാൻ പറ്റും. കുട്ടികൾ മുഖേനയായി കുടുംബ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അതിലൊക്കെ ഉസ്താദുമാരുടെ ഒരു നസീഹത്ത്, കമ്മിറ്റിക്കാരുടെ ഒരു ഇടപെടൽ വലിയ ഉപകാരം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മൂന്നാമത്തേത് റിലീഫിന് വലിയ പ്രാധാന്യം നൽകുന്ന സംവിധാനം ഉണ്ടാവണം. റിലീഫ് എല്ലാ കാലഘട്ടത്തിലും പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാം ദീൻ എവിടെയെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം റിലീഫ് കൊണ്ടാണ് പ്രചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റിലീഫിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു രീതി നമ്മുടെയൊക്കെ മഹല്ലത്തുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമത്തേത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും കൊല്ലത്തിലൊരിക്കൽ മഹല്ല് തല കുടുംബ സംഗമങ്ങൾ നടത്തലുണ്ട്. ഒരു നല്ല പരിപാടിയായിട്ടാണ് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മുടെ വേറെ ഒരു സാധാരണ കുടുംബ സംഘമുണ്ട്, അതായത് മേലേതിൽ താഴെ ഇരുന്നൊക്കെ കൊണ്ടുള്ള കുടുംബ സംഘം. അതിനേക്കാൾ ഉപകാരമുള്ളതായി തോന്നിയിട്ടുണ്ട് മഹല്ല് തല കുടുംബ സംഘമാണ്. കൊല്ലത്തിലിരിക്കെ മഹല്ലിന് കെട്ടിച്ചു പോയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വരിക, വിദേശത്തുള്ളവർ ലീവിൽ വരാൻ പറ്റിയവരൊക്കെ വന്നിട്ട് 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായ മഹല്ല് സംഗമം. അതിൽ വെച്ച് മഹല്ലിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾക്ക് പ്രത്യേകമായ മോട്ടിവേഷൻ, അവർക്കൊരു അവാർഡുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് നാട്ടിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമിതികൾ ഉണ്ടാക്കി ആ സമിതിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാ നാട്ടിലും എല്ലാവരും വേണമെന്നാണ്. ഒരു നാട്ടിൽ ഒരാൾ ഡോക്ടറാവണം, ഒരാൾ എഞ്ചിനീയർ ആവണം, ഒരാൾ പോലീസുകാരനാവണം, ഒരാൾ വില്ലേജ് ഓഫീസർ ആവണം, ഒരാൾ പഞ്ചായത്ത് ഓഫീസർ ആവണം, ഒരാൾ മൂല്യരാവണം. പക്ഷെ ഈ മൂല്യരാവുക എന്നുള്ളടത്തൊരു വ്യത്യാസം ഞാൻ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾ മൂല്യരാവണം എന്ന് എൻ്റെ ആശയം. ഒരു പോലീസുകാരൻ നാട്ടിലൊന്നുണ്ടായാൽ മതി, വില്ലേജ് ഓഫീസർ നാട്ടിലൊന്നുണ്ടായാൽ മതി.
പക്ഷെ മൂല്യർ ഒരു കുടുംബത്തിൽ ഒന്നുമാണ്. താഴത്തേതിൽ കുടുംബത്തിൽ ഒരു മൂല്യർ, മേലേതിൽ കുടുംബത്തിൽ ഒരു മൂല്യർ, കിഴക്കേതിൽ കുടുംബത്തിൽ ഒരു മൂല്യർ, ഇതൊക്കെ ഉണ്ടാക്കണം. എല്ലാവരെയും പറ്റില്ല. അപ്പൊ അതിന് പറ്റുന്ന ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് നന്നായി തികഞ്ഞ ഓതി പഠിച്ച നല്ല ആലിമീങ്ങൾ കുടുംബത്തിൽ സമൂഹത്തിൽ ഉണ്ടായി വരിക എന്നതുകൂടി നമ്മൾ ലക്ഷ്യമായി കാണേണ്ടതാണ്. അവർക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ മറ്റുള്ളവർ തീർത്തു കൊടുത്ത് നന്നായിട്ട് ഓതി പഠിച്ചു വരുന്ന നാളത്തെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ കെൽപ്പുറ്റ ആലിമീങ്ങൾ എല്ലാ കുടുംബത്തിലും ഒരാളുണ്ടാവുക. അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കണം. പിന്നെ നമ്മളൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണം. മദ്രസയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മദ്രസയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്, നമ്മുടെ ആ മദ്രസയിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ പിന്നെ എന്തായി എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം, അവരുടെ കാര്യത്തിലുള്ള ഒരു ഇടപെടൽ, അവരിപ്പോൾ ഏത് സ്റ്റേജിലാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഒരു കണ്ടെത്തലും, അവരുടെ വിഷയങ്ങളിൽ എങ്ങനെയെല്ലാമാണ് നമ്മൾ ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൂടിയാലോചനകൾ എല്ലാമായി വരുമ്പോൾ മദ്രസയെ നമുക്ക് ഒരു മഹല്ലത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാവും. എന്തായാലും ഞാൻ ഇങ്ങനെ വിഷയം ചുരുക്കി പറയുന്നു. എല്ലാ മഹല്ലുകളുടെയും ആത്മീയതയുടെ കേന്ദ്രം എന്ന് പറയുന്നത് രണ്ടെണ്ണം.